നമസ്കാരം. മഴക്കാലത്തും അതുപോലെ ഹൈ റേഞ്ചിലൂടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് വിൻഷീൽഡിൽ മിസ്റ്റ് പിടിക്കുക എന്നുള്ളത്. ഏതൊക്കെ കാരണങ്ങളാണ് ഈ മിസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മിസ്റ്റ് ആയിരിക്കാം നമ്മുടെ വിൻഷീൽഡ് പിടിക്കുന്നത്? ഒന്ന്, പ്രധാനമായും വിൻഷീൽഡിൻ്റെ പുറത്ത് പിടിക്കുന്ന ഒരു മിസ്റ്റ്. രണ്ട്, വിൻഷീൽഡിനുള്ളിൽ പിടിക്കുന്ന ഒരു മിസ്റ്റ്. മൂന്നാമത്, വാട്ടർ സ്റ്റെയിൻസ് മൂലം ഉണ്ടാകുന്ന ഒരു വിസിബിലിറ്റി ഇഷ്യൂസ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? ഈ മിസ്റ്റ് അല്ലെങ്കിൽ ഈ ഫോഗ് സാധാരണയായി ഉണ്ടാകുന്നത് വാഹനത്തിൻ്റെ പുറത്തെ ടെമ്പറേച്ചറും ഉള്ളിലെ ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. വാഹനത്തിനുള്ളിൽ എ സി പ്രവർത്തിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും കമ്പയർ വിത്ത് പുറത്തെ ഔട്ടർ ടെമ്പറേച്ചർ. ആ ഒരു സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ഗ്ലാസ് തുറക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡോർ തുറക്കുകയോ ചെയ്യുമ്പോൾ പുറത്തെ ഈ ഒരു ഹോട്ട് എയർ വാഹനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഗ്ലാസിൻ്റെ തണുത്ത പ്രതലത്തിൽ ഈ എയർ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടൻസേറ്റ് ചെയ്തിട്ട് ഫോഗ് രൂപം കൊള്ളുകയുമാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയൊക്കെ മാറ്റാം? രണ്ട് പക്ഷമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എ സി നേരെ വിൻഷീൽഡിലേക്ക് പൊസിഷൻ ചെയ്തതിന് ശേഷം ബ്ലോവർ അല്പം സ്പീഡ് കൂട്ടിയിടുക, എയർ റീസർക്കുലേഷൻ ഓഫ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എ സി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റ് ഒരു പരിധി വരെ പോകും. അതേസമയം മിസ്റ്റിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഇത് വർക്കൗട്ട് ആവില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ പൊസിഷൻ ഹീറ്ററിലേക്ക് മാക്സിമം ഇടുക, എ സിയുടെ കാറ്റടിക്കുന്ന പൊസിഷൻ നേരെ വിൻഷീൽഡിലേക്ക് ആക്കിയതിന് ശേഷം എയർ റീസർക്കുലേഷൻ ഓഫ് ചെയ്യുക. എ സി പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മിസ്റ്റ് പൂർണ്ണമായിട്ടും പോകുന്നതാണ്. ഇനി വിൻഷീൽഡിന് പുറത്ത് പിടിക്കുന്ന മിസ്റ്റിന് നിങ്ങൾ വൈപ്പ് ചെയ്ത് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിസ്റ്റ് പൂർണ്ണമായും പോകും. ഇനി മൂന്നാമത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് വാട്ടർ സ്റ്റെയിൻസ് ആണ്. നമ്മൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്ത്, എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് നമ്മുടെ വിൻഷീൽഡ് അടിക്കുമ്പോൾ നമുക്ക് ഒരു വിസിബിലിറ്റി ഇഷ്യൂ വരാറുണ്ട്. ഒരു നേരത്തെ പാട പോലെ വന്നിട്ട് ചിലപ്പോൾ ഒരു കളർ ടോണൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാൻ മേലാത്തൊരവസ്ഥ വരാറുണ്ട്. ഇത് സാധാരണ ഉണ്ടാകുന്നത് വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബണും അതുപോലെ തന്നെ ഓയിലിൻ്റെയൊക്കെ ചെറിയ തരികൾ, പിന്നെ മഴവെള്ളത്തിൽ നിന്നൊക്കെ വീഴുന്ന ചെറിയ കാൽസ്യം, ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ ഗ്ലാസിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. സർവീസ് സെൻറ്ററിൽ അവർ സാധാരണ ചെയ്യുന്നത് ഈ സ്റ്റെയിൻസ് റിമൂവർ ലിക്വിഡ്സ്, അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് അവർ പോളിഷ് ചെയ്യും. നമ്മൾ വീട് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കപ്പോളം വിനീഗർ എടുക്കുക, ഇക്വലൻ്റ് ആയിട്ടുള്ള വാട്ടർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിശ്രണം വെച്ചിട്ട് ഗ്ലാസ് നന്നായിട്ട് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കളയാൻ പറ്റും. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ലെമൺ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ നന്നായിട്ട് ഗ്ലാസ്സിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും. പക്ഷേ യാത്രയിൽ ഇതൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എ സിയുടെ പൊസിഷൻ വിൻഷീൽഡിലേക്ക് ആക്കുക, ഹീറ്റ് നന്നായിട്ട് കൊടുക്കുക, ഒരു അല്പനേരം ബ്ലോവർ സ്പീഡ് കൂട്ടിയിട്ടിട്ട് എയർ റീസർക്കുലേഷൻ ഓഫ് ചെയ്തതിന് ശേഷം എ സി പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു ചോദ്യമാണ്, നമ്മൾ ഹില്ലി ഏരിയ അല്ലെ റെയിനി സീസണിൽ ഫോഗ് പിടിക്കാതെ എങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും? നമ്മുടെ പുറത്തെ ടെമ്പറേച്ചറും കാറിനുള്ളിലെ ടെമ്പറേച്ചറും ഏതാണ്ട് ഈക്വലായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫോഗ് പിടിക്കാൻ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? സാധാരണ നമ്മൾ എ സി അതിൻ്റെ മാക്സിമത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഒരു 18 അല്ലെ 19 ഡിഗ്രിയിലാവും കാറിനുള്ളിലുണ്ടാവുക. ഇതിന് പകരം ഇതൊരു മീഡിയം ലെവലിലേക്ക് പൊസിഷൻ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് പുറത്തെ ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാവും കാറിനുള്ളിലുണ്ടാവുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഫോഗ് പിടിക്കാതെ യാത്ര ചെയ്യാം. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിൽ, അങ്ങനെയുള്ള വാഹനങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ എക്സ്റ്റേണൽ ടെമ്പറേച്ചറും ഇൻറ്റേർണൽ ടെമ്പറേച്ചറും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ടെമ്പറേച്ചറിന് ഏതാണ്ട് അടുത്ത ലെവലിൽ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഗ് പിടിക്കാതെ നിങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും.